ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചാനലിൽ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്നവരും അറിയാത്തവരും ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. ഒരുപാട് പേര് നമുക്കൊപ്പം സഞ്ചരിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ ആയ വാർത്ത ഞാൻ അവരടുത്തെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരെ പലരുടെയും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റൈസേഷൻ ആവുന്നവരെ ശ്രദ്ധിച്ചു, അതൊന്ന് ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അത് പറഞ്ഞിട്ട് 2 മാസമായി. എനിക്കിപ്പോഴാണ് ഒരു ടൈം ഒത്തു വന്നത്. അപ്പോൾ ഞാൻ അതുവരെ മോണിറ്റൈസേഷൻ ആവുന്നവരെ കീപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന പലർക്കും ഉണ്ടാകുന്നൊരു സംശയം, നമ്മുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മ്യൂസിക് കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പല സംശയങ്ങളായിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഒരു ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഏത് മൂഡിലുള്ള വീഡിയോസ് ആണോ ആ മൂഡ് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മൂഡിലുള്ള ഒത്തിരി മ്യൂസിക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കോപ്പിറൈറ്റ് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ ആ മ്യൂസിക് ഉപയോഗിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നോ ഇഷ്യൂസ് എന്ന് വരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു പോകുന്നു. അങ്ങനെ നെക്സ്റ്റ് അടിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം, എൻഡ് സ്ക്രീൻ കാർഡ് എന്നുള്ള 2 ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ എൻഡ് സ്ക്രീനും കാർഡ്സും നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. അതിൽ എൻഡ് സ്ക്രീൻ നമുക്കൊരു 4 വീഡിയോസ് നമുക്ക് എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാവുന്നതാണ്. അതിൽ 4ഓ 2ഓ നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾ ആ ഒരു വീഡിയോസ് കൊടുക്കുക. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഐ ബട്ടൺ എന്ന് പറയും. നമ്മൾ ഈ വീഡിയോസിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വന്നു പോകുന്ന ഇതാണ്. അതും നമ്മൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നല്ല തംബ്ലൈന്, അതുപോലെ തന്നെ നല്ല ക്യാപ്ഷൻസ് എല്ലാം കൊടുക്കുക. പിന്നെ ഉള്ളത് കീവേഡ്സ് ആണ്. കീവേഡ്സ് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് യൂട്യൂബ് കീവേഡ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് കീവേഡ്സിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോസ് ഏതാണോ ആ വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള കീവേഡ്സ് വരും. നമുക്ക് ഒത്തിരി കീവേഡ്സ് യൂസ് ചെയ്യാം. കാരണം ഡിസ്ക്രിപ്ഷനകത്ത് 5000 ലെറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിനകത്ത് കുറച്ച് എന്തെങ്കിലും ചെറിയ വാചകങ്ങൾ എഴുതി നമ്മുടെ അറിവിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എഴുതി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് വീഡിയോസ് റീച്ച് ആവുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഈ ഒരു വീഡിയോസ് റീച്ച് ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാണ് കീവേഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വീഡിയോസുകൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസും ആ സെർച്ചിങ്ങിലേക്ക് എത്താൻ നമ്മളെ ഈ ഒരു കീവേഡ്സ് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞ് കുറച്ചും കൂടെ താഴേക്ക് വന്നാൽ അവിടെ ഒരു ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ടാഗിൽ നമുക്ക് ഈ വീഡിയോസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ടാഗ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സിനിമ റിവ്യൂ ആണ് പറയുന്നതെങ്കിൽ, അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ ആ ടാഗിൽ മലയാളം മൂവി, തമിഴ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ടാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 100 ലെറ്ററൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അത്തരം വേർഡ്സുകൾ അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നുള്ളൊരു കാര്യം പലരും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏകദേശം ഞങ്ങളൊരു 3500 വാച്ചിങ് അവർ പിന്നിട്ട് കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ആയിട്ടും ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബ്സ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ സബ്സ്ക്രൈബ്സ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സബ്സ്ക്രൈബ്സ് ബട്ടൺ എല്ലാ വീഡിയോസിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സബ്സ്ക്രൈബ്സ് ബട്ടൺ വെക്കേണ്ടത് എന്നുള്ള യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒത്തിരി വീഡിയോസുകളുണ്ട്. അതിൽ നോക്കിയിട്ട് ആ സബ്സ്ക്രൈബ്സ് ബട്ടൺ എങ്ങനെയാണോ വെക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. പിന്നുള്ളൊരു കാര്യം, 4000 മണിക്കൂർ എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4000 മണിക്കൂർ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യാൻ മാത്രമാണ് നമ്മൾക്ക് ഒരു 4000 വാച്ചിങ് അവർ അവൈലബിൾ ആവുള്ളൂ.
കാരണം നമ്മളൊരു 2 മാസം കൂടുമ്പോൾ ഒരു 2 വീഡിയോസോ 3 വീഡിയോസോ ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഈ 4000 വാച്ചിങ് അവർ കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ആദ്യമായിട്ട് യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം വളരെ ഗ്യാപ്പ് വരാതെ വീഡിയോസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. പിന്നെ മാത്രമല്ല നിങ്ങൾ ഇടുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈം നിങ്ങൾ അനലൈറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റുഡിയോയിൽ പോയി അനലൈറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ്സ് ഏതൊക്കെ ടൈമിലാണ് ഓൺലൈനിൽ വരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ്സ് ഏതൊക്കെ സമയത്താണെന്നുള്ളത് നോക്കി അതേ സമയം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. മിക്കവാറും ഈവനിങ് ഒരു 4 മണി തൊട്ടിട്ട് ഒരു 8 മണി വരെയൊക്കെ നോർമലി ആളുകൾ ഓൺലൈനിൽ എൻഗേജ്ഡ് ആവുന്ന ടൈമാണ്. അപ്പോൾ ആ സമയം വളരെ നല്ലൊരു ടൈമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രി ഒരു 1 മണിക്ക് ശേഷം ഒരു 1:30 to 2:30 ആ ടൈമിൽ ഒക്കെ നമുക്ക് എൻഗേജിങ് വരുന്ന ഒരു ടൈമായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം നമ്മൾ സമയങ്ങൾ നോക്കിയിട്ട് ഏത് സമയത്താണോ നിങ്ങൾ വീഡിയോ ഇടുന്നത് ആ സമയം കീപ്പ് ചെയ്ത് തന്നെ പോകുമ്പോൾ നമ്മുടെ വീഡിയോസിന് കുറച്ചൊക്കെ റീച്ച് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ പറയുന്ന പോലെ നമുക്കേ പറയാൻ പറ്റുള്ളൂ, നമ്മൾ പാടുന്ന പോലെ നമുക്കേ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു യൂണീക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കഴിവുകൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസുകൾ ചെയ്യുക. കാരണം അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോപ്പിറൈറ്റോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ യാതൊരുവിധ സാധ്യതകളുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വീഡിയോസുകൾ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ വളരെ നല്ല വീഡിയോ ആയിരിക്കാം, പക്ഷേ നമുക്കതിന് വ്യൂ കിട്ടുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ നമ്മൾ ഇടുന്ന സമയത്തിൻ്റെ മിസ്റ്റേക്സ് ആവാം കൂടുതലും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വീഡിയോസ് റീച്ച് ഇല്ലാതായിട്ട് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്നും വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് യൂട്യൂബ് അത് സജസ്റ്റ് ചെയ്യുമ്പോഴും റെക്കമെൻഡ് ചെയ്യുമ്പോഴും ഒക്കെയാണ്. നമ്മളെ വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ട്രാഫിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ഇടയിൽ സജസ്റ്റ് വീഡിയോ, റെക്കമെൻഡ് വീഡിയോ, ബ്രൗസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ ഈ സജസ്റ്റ് വഴിയും ബ്രൗസിങ് വഴിയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. നേരെ മറിച്ച് അതിൻ്റെ താഴെ ഒരു ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റേർണൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് പോകുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ എത്ര ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാരിലേക്ക് മാത്രമായിട്ട് ആ വീഡിയോസ് ഒതുങ്ങും. അങ്ങനെ ലിങ്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്വാഭാവികമായിട്ടും സജസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതുവരെ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പല വീഡിയോസുകളും ഇതുപോലെ ലിങ്ക് വെച്ച് ഷെയർ ചെയ്തതൊന്നും അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. യൂട്യൂബ് തന്നെ അവരുടെ ഇഷ്ടത്തിന് ആ വീഡിയോസ് സജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇത്തരം വീഡിയോസുകളൊക്കെ കൂടുതലും ആളുകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഞാൻ വളരെ വൈകി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതലും ഷോർട്സുകൾ ചെയ്യുക. ഷോർട്സുകൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സബ്സ്ക്രൈബ്സ് ബട്ടൺ വയ്ക്കാൻ മറക്കാതിരിക്കുക. ഷോർട്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഷോർട്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം ഒന്ന് ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 14 സെക്കൻഡ് മുതൽ ഒരു 19 സെക്കൻഡ് വരെയൊക്കെയുള്ള ഷോർട്സുകൾ നിങ്ങൾ ആദ്യ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് കൂടാൻ സാധ്യതയുണ്ട്. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കി ഷോർട്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം നമുക്കൊരു 300 വ്യൂവേഴ്സ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഒരു 600ഉം ഒരു 1000 ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ ഷോർട്സ് ഇടുമ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പോഴും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഈവനിങ്ങിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷോർട്സിനൊക്കെ റീച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ മോണിറ്റൈസേഷനായി റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ കാര്യമായിട്ടൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.